ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വീഡിയോ ഞാനിടുന്നത് ഓണം കഴിഞ്ഞിട്ട്, അതായത് ഓണം ഫ്രൈഡേ ആയിരുന്നല്ലോ, ഇത് സാറ്റർഡേത്തെ വീഡിയോ ആണ്. ഓണം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കറക്റ്റ് 3 ഇല ബാലൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരല്ലേ, ഞാനും ഹസ്ബൻഡും മോളും. അപ്പം ഞാൻ കരുതി ഇന്നലെ ഓണത്തിൻ്റെ എന്താ പറയുക, പച്ചടിയും കാര്യങ്ങളൊക്കെ ബാലൻസ് ഇരിപ്പുണ്ട്, പിന്നെ ഫിഷ് ഉണ്ട്, അപ്പോൾ ഒരു പൊതിച്ചോറ് കെട്ടാലോ എന്നൊരാഗ്രഹം. അങ്ങനെ പൊതിച്ചോറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് ഇടുന്നത്. ആദ്യം ഫസ്റ്റ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടാണ്. മോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യപ്പെടുന്നു. അവൾ പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് അമ്മ പൊതിച്ചോറ് കഴിക്കുന്നതെന്ന്. അങ്ങനെ വാട്ടിയ ഇലയിൽ അടിയിൽ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് ഞാനിതാ ചോറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചോറിടുന്ന ടൈമിൽ അവൾ പറയുന്നുണ്ട് കേട്ടോ, അമ്മേ കുറച്ച് മതി ചോറെന്ന്, അത്രേ കഴിക്കത്തുള്ളൂ. എന്നാലും നമ്മൾ വീഡിയോയിലുള്ളവരൊക്കെ വിചാരിക്കത്തില്ലേ, ഈ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇത്രയേ ചോറ് കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോറിടുന്നത്. അത് കഴിഞ്ഞ് ഞാനിത് അച്ചാറിട്ട്, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബീട്രൂട്ട് അച്ചാറാണേ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഫിഷാണ്, അയക്കൂറ, അതായത് കിങ് ഫിഷ്. ഞങ്ങളവിടെ അയക്കൂറ എന്ന് പറയും. പിന്നെ ഇതാ ഒരു മുട്ട ഓംപ്ലേറ്റ്. അത് കഴിഞ്ഞ് കായ ഉപ്പേരിയാണേ, പച്ചക്കായുടെ ഉപ്പേരി. അതൊക്കെ ഇടുമ്പോൾ അവൾ പറയുന്നുണ്ട് അതൊക്കെ കുറച്ച് മതിയെന്ന്. പൊതുവേ കുട്ടികൾക്ക് വെജിറ്റബിൾസിനോട് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇത് ഇന്നലത്തെ ഓണം സ്പെഷ്യൽ പച്ചടി ബാലൻസ് ഉണ്ടായിരുന്നത്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതാ ചമ്മന്തി നല്ല കാന്താരി മുളകിൻ്റെ ചമ്മന്തി ആയതുകൊണ്ട് നല്ല എരിവുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് അവളുടെ ചോറിലിട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളിത് കണ്ട കിങ് ഫിഷ് മുളകിട്ടതാണത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല, അത് ഹസ്ബൻഡിനും മോൾക്കൊന്നും ഇഷ്ടമല്ല, കറി ഇതിലിങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത്. പിന്നെ ഒരു പപ്പടവും മേലെ വെച്ച് കൊടുക്കുകയാണ്. കിങ് ഫിഷിൻ്റെ കറി ഞാൻ കരുതി ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാമെന്ന്. പൊതിയാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മയൊക്കെ നന്നായി പൊതി കെട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത്ര പോരാ. എന്നാലും എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനിതാ കഷ്ടപ്പെട്ട് പൊതിഞ്ഞെടുക്കുകയാണേ. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി മോളുടെ പൊതി ഞാനിതാ പൊതിഞ്ഞ് കെട്ടി വെക്കുന്നു. അത് കഴിഞ്ഞിതാ ഹസ്ബൻഡിനുള്ളത്. പിന്നെ എനിക്കുള്ളതും കെട്ടി പൊതിച്ചോറ് റെഡിയായിട്ടോ.